വിൻഡോസ് 10 യൂസർ അക്കൗണ്ട്. നമുക്ക് ഈ ക്ലാസ്സിൽ പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസർ അക്കൗണ്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യണത് എന്ന് നോക്കിയാൽ ഈ കമ്പ്യൂട്ടറിൽ ആരൊക്കെ ലാഗിൻ ആവുക എന്നുള്ളത് നമ്മൾ യൂസർ അക്കൗണ്ടിൽ സെറ്റ് ചെയ്യും. കമ്പ്യൂട്ടറിൽ ആർക്കൊക്കെ നമ്മൾ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ യൂസേഴ്സിനെ മാത്രമേ കമ്പ്യൂട്ടറിനകത്ത് ലാഗിൻ ആവാൻ പറ്റുള്ളൂ. അതുപോലെ യൂസർ കമ്പ്യൂട്ടറിനകത്ത് ലാഗിനായ പിന്നെ ആ യൂസർ കമ്പ്യൂട്ടറിനകത്ത് എന്തൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിന് നമ്മൾ സെറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളിന് അകത്ത് ലാഗിൻ ആവുന്ന യൂസർ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ആ യൂസറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. അതുതന്നെ ലാഗിൻ ആവുന്ന യൂസർ നോർമൽ യൂസർ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട യാതൊരു വർക്കും ആ യൂസറിന് ചെയ്യാൻ പറ്റില്ല. ആ നോർമൽ യൂസർ ആ യൂസറുടെ വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ യൂസർ ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുക, ബ്രൗസറിനെ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റൊക്കെ ബ്രൗസ് ചെയ്യുക. ഇതുപോലെ ആ യൂസറുടെ ഓൺ വർക്ക് മാത്രമേ ആ യൂസർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നോർമൽ യൂസേഴ്സിന് യാതൊരു ചേഞ്ചും ചെയ്യാൻ പറ്റില്ല. ഓരോ യൂസറും കമ്പ്യൂട്ടറിനകത്ത് ലാഗിൻ ആകുമ്പോൾ സി ഡ്രൈവിൽ യൂസർ ഫോൾഡറിൻ്റെ അകത്ത് ആ യൂസറുടെ നെയിമിൽ ഒരു ഫോൾഡറിന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആ യൂസറിന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ഇതുപോലെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തളയും. ഈ യൂസർ വല്ല ഫയലൊക്കെ സേവ് ചെയ്യുകയാണെങ്കിൽ ആ യൂസറുടെ ഡോക്യുമെൻറ്റ് പിക്ചർ മ്യൂസിക്കിലൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഈ യൂസർ ഫയൽസ് മാത്രം ക്രിയേറ്റ് ചെയ്യില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട കുറച്ച് വർക്കും കൂടി ഈ യൂസർ ചെയ്യും. നോർമൽ യൂസേഴ്സിന് വാൾപേപ്പർ, മൗസിൻ്റെ സ്പീഡ് ഇതൊക്കെ കൺട്രോൾ പാനലിൽ ചെന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആ യൂസറിന് ആവശ്യമുള്ള കുറച്ച് സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്ററിൻ്റെ അകത്ത് ഈ യൂസർ ചെയ്യുന്ന സെറ്റിംഗ് എല്ലാം എൻട്രായി കളയും. ഈ യൂസർ ലാഗൗട്ട് ആവുമ്പോൾ ഈ യൂസർ രജിസ്റ്ററിയിൽ എന്തൊക്കെ സെറ്റിംഗ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ നോക്കിയിട്ട് ആ സെറ്റിംഗ് എല്ലാം NT_user.dat എന്ന് ഒരു ഫയലിൻ്റെ അകത്ത് ആ യൂസറുടെ ഫോൾഡറിൻ്റെ അകത്ത് സേവ് ചെയ്തളയും. ഈ യൂസർ അടുത്ത പ്രാവശ്യം ഈ കമ്പ്യൂട്ടറിൽ ലാഗിൻ ആയാൽ ഈ NT_user.dat അകത്ത് ഈ യൂസർ ഇതിൻ്റെ മുമ്പ് ചെയ്ത സെറ്റിംഗ് അല്ലാണ്ട് അതിനെ രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ ലോഡ് ചെയ്യും. ഈ ഫയലിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് നോക്കിയാൽ ഇതിൻ്റെ മുമ്പ് ആ യൂസർ സെറ്റ് ചെയ്ത വാൾപേപ്പർ, മൗസിൻ്റെ സ്പീഡ് ഇതുപോലെ സെറ്റിംഗ് അല്ലാണ്ട് ആ സെറ്റിങ്ങിന് രജിസ്റ്ററിൽ ലോഡ് ചെയ്തിട്ട് ആ യൂസറിനെ അപ്ലൈ ചെയ്തളയും. ഇതേപോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇനിയും ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ ആ യൂസറിന് യൂസർ ഫോൾഡറിനകത്ത് ആ യൂസറുടെ നെയിമിൽ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ഇതുപോലെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ യൂസർ ലാഗിനായിട്ട് വാൾപേപ്പറിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ചെയ്യുന്നുണ്ടോ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യവും രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഈ യൂസർ ലാഗൗട്ട് ആകുമ്പോൾ ആ ഇൻഫർമേഷന് NT_user.dat എന്നുള്ള ഫയലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് കളയും. ഓരോ യൂസർ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട ചേഞ്ചസ് NT_user.dat എന്നുള്ള ഫയലിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എത്ര യൂസറിനെ ക്രിയേറ്റ് ചെയ്താലും ഓരോ യൂസറിനും തനിച്ച് ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യും. ഇതിന് നമ്മൾ സിമ്പിളായിട്ട് ആ യൂസറുടെ പ്രൊഫൈൽ എന്നാണ് പറയുക. യൂസർ പ്രൊഫൈലിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് നോക്കിയാൽ ആ യൂസർ സേവ് ചെയ്യുന്ന ഫയൽസ് എല്ലാം ഉണ്ടാവും. ആ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യും. ആ സെറ്റിംഗ് എല്ലാം ആ യൂസർ ഫോൾഡറിനകത്ത് NT_user.dat എന്നുള്ള ഫയലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ആരാണ് ലാഗിൻ ആവുന്നത് എന്നുള്ള കാര്യത്തിന് കമ്പ്യൂട്ടർ നോക്കും. ഒരു എക്സാമ്പിളിന് കമ്പ്യൂട്ടറിന് ഓൺ ചെയ്തിട്ട് ഗോപി എന്നുള്ള യൂസർ കമ്പ്യൂട്ടറുടെ അകത്ത് ലാഗിൻ ആയാൽ ആ യൂസറുടെ ഫോൾഡറെല്ലാം ആ യൂസറിന് ഡെസ്ക്ടോപ്പിൽ കാണിക്കും. ആ യൂസറുടെ സെറ്റിങ്ങിന് രജിസ്റ്ററിൽ ലോഡ് ചെയ്തിട്ട് ആ യൂസർ ഇതിൻ്റെ മുമ്പ് എന്തൊക്കെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ടോ ആ സെറ്റിങ്ങിനെ അപ്ലൈ ചെയ്തിട്ട് കമ്പ്യൂട്ടറിനകത്ത് ലാഗിൻ ആവും. നമ്മൾ കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് ഓരോ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ യൂസറിനും ഇതുപോലെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഓരോ യൂസറിനും ഈ ഫോൾഡർ എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ള കാര്യം നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിൻ്റെ അകത്ത് യൂസർ ഫോൾഡറിൻ്റെ അകത്ത് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പുതിയതായിട്ട് യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഫൈലാണ് ആ യൂസറിന് കോപ്പി ചെയ്ത് തരുന്നത്. ഒരു എക്സാമ്പിളിന് നമ്മൾ പുതിയതായിട്ട് കമ്പ്യൂട്ടറിൽ ഗോപി എന്നുള്ള യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ യൂസർ കമ്പ്യൂട്ടറിൽ ആദ്യം ലാഗിൻ ആവുമ്പോൾ ഈ ഡിഫോൾട്ട് ഫോൾഡർ സെറ്റ് മുഴുവനും ആ യൂസറുടെ ഗോപി എന്നുള്ള ഫോൾഡറിനകത്ത് കോപ്പി ചെയ്ത് തരും. എന്ന് വെച്ചാൽ ഡിഫോൾട്ട് പ്രൊഫൈലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ യൂസറിനും കോപ്പി ചെയ്ത് തരുന്നത്. ഒരു യൂസറുടെ പ്രൊഫൈലിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നോക്കിയാൽ
ആ യൂസറുടെ ഫോൾഡേഴ്സ് എല്ലാം ഡെസ്ക്ടോപ്പിലുണ്ടാവും. കൺട്രോൾ പാനൽ സെറ്റിങ്സ്, ഇൻ്റർനെറ്റിന് ആ യൂസർ ബ്രൗസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വെബ് പേജിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷനൊക്കെ ആ യൂസറുടെ പ്രൊഫൈലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഇതുപോലെ ഓരോ യൂസറുടെ സെറ്റിംഗ് എല്ലാം, ഫയൽസ് എല്ലാം ആ യൂസറുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്തൊക്കെ സേവ് ചെയ്യണതുകൊണ്ട് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ്, ഫോൾഡറൊക്കെ അടുത്ത യൂസർ ലാഗിനായിട്ട് നോക്കാൻ പറ്റില്ല. അതേപോലെ ഈ യൂസർ ലാഗിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന സെറ്റിങ്സ് എല്ലാം ഈ യൂസർ ലാഗിൻ ആവുമ്പോൾ മാത്രമേ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യുള്ളൂ. ഓരോ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന സെറ്റിങ് ആ യൂസർക്ക് മാത്രമേ അപ്ലൈ ആവുള്ളൂ. ആ ഇൻഫർമേഷനൊക്കെ ആ യൂസറുടെ പ്രൊഫൈലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓരോ യൂസറും കമ്പ്യൂട്ടറിൽ ലാഗിനായ പിന്നെ കുറേ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യും. ഒരു യൂസർ കമ്പ്യൂട്ടറിനകത്ത് ലാഗിനായിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ മറ്റുള്ള യൂസറിനെ കാണിക്കില്ല. ഒരു എക്സാമ്പിളിന് ഈ യൂസർ കമ്പ്യൂട്ടറിനകത്ത് ലാഗിനായിട്ട് ഔട്ട്ലുക്കിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ, സേവ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ആ യൂസർക്ക് മാത്രമേ കാണിക്കുള്ളൂ, മറ്റുള്ള യൂസറിനെ കാണിക്കില്ല. ഇതുപോലെ പ്രൊഫൈൽ എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഒരേ കമ്പ്യൂട്ടറിൽ കുറേ യൂസേഴ്സ് ലാഗിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വർക്ക് ചെയ്താൽ പോലും ഓരോ യൂസറിനും അവരുടെ ഓൺ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കും. ഒരു എക്സാമ്പിളിന് ഈ യൂസർ ലാഗിനായാൽ ഇതിൻ്റെ മുമ്പ് ആ യൂസർ സെറ്റ് ചെയ്ത എല്ലാ സെറ്റിങ്ങും ആ യൂസറിന് അപ്ലൈ ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് ലാഗിനാവുക. അതേപോലെ കമ്പ്യൂട്ടറിൽ ഈ യൂസർ ലാഗൗട്ടായിട്ട് വേറെ ഒരു യൂസർ ലാഗിനായാൽ ആ യൂസർ ഇതിൻ്റെ മുമ്പ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫയൽസ്, സെറ്റിങ്സ് എല്ലാം ആ യൂസറിനെ കാണിക്കും. ഈ പ്രൊഫൈൽ സെറ്റിങ്ങിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് അവർ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. നമ്മളിപ്പോൾ ഒരു വിൻഡോസ് 10 പ്രൊഫഷണൽ കമ്പ്യൂട്ടറിൽ ലാഗിനായിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസർ അക്കൗണ്ടിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ യൂസറുടെ പ്രൊഫൈൽ ഇൻഫർമേഷനൊക്കെ ഈ യൂസറുടെ അക്കൗണ്ടിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. കോൺഫിഗർ അഡ്വാൻസ്ഡ് യൂസർ പ്രൊഫൈൽ എന്നുള്ള ഈ ലിങ്കിന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ യൂസറുടെ പ്രൊഫൈൽ. ഈ യൂസർ പ്രൊഫൈലിനെ സെലക്ട് ചെയ്തിട്ട് താഴെ ചേഞ്ച് ടൈപ്പ് ഉണ്ട്, അതിനെ സെലക്ട് ചെയ്യുക. പ്രൊഫൈലിൽ തന്നെ 2 ടൈപ്പായ പ്രൊഫൈലുണ്ട്. ഒരു പ്രൊഫൈലിൻ്റെ നെയിം റോമിംഗ് പ്രൊഫൈൽ, ഇനി ഒരു പ്രൊഫൈൽ ലോക്കൽ പ്രൊഫൈൽ. ഇപ്പോൾ നമ്മൾ ലോക്കൽ പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. ലോക്കൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ യൂസറുടെ ഫയൽസ്, സെറ്റിംഗ് എല്ലാം സി ഡ്രൈവിൽ യൂസർ ഫോൾഡറിൻ്റെ അകത്ത് ഈ യൂസറുടെ നെയിമിൽ ലോക്കൽ ഹാർഡ് ഡിസ്കിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ലോക്കൽ ഹാർഡ് ഡിസ്കിൽ ഈ പ്രൊഫൈൽ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ പ്രൊഫൈലിനെ നമ്മൾ ലോക്കൽ പ്രൊഫൈൽ എന്ന് പറയും. റോമിംഗ് പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. ഒരു യൂസർ അക്കൗണ്ടിനെ ഓപ്പൺ ചെയ്താൽ ആ യൂസറുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആര് ലാഗിൻ ആയിട്ടുണ്ടോ ആ യൂസറുടെ അക്കൗണ്ടിനെ ഓപ്പൺ ചെയ്തിട്ട് ആ യൂസറുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ മാത്രം നോക്കാൻ പറ്റും. ഈ കമ്പ്യൂട്ടറിൽ ഒരു 4-5 യൂസർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ യൂസറുടെ പ്രൊഫൈലും നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ലൊക്കേഷനിൽ നോക്കാൻ പറ്റും. എല്ലാ യൂസറുടെ പ്രൊഫൈലും നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പാനലിൽ സിസ്റ്റം എന്നുണ്ടാവും. ഈ സിസ്റ്റത്തിനെ സെലക്ട് ചെയ്യുക. ഇവിടെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ് എന്നുണ്ടാവും, ഇതിനെ ഓപ്പൺ ചെയ്യുക. അഡ്മിനിസ്ട്രേറ്ററിനെ മാത്രമേ ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ യൂസർ പ്രൊഫൈൽ എന്നുണ്ടാവും, ഈ സെറ്റിങ്ങിന് ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്ങിൽ നോക്കിയാൽ നമുക്ക് ഡിഫോൾട്ട് പ്രൊഫൈൽ അകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന് ഒരു പ്രൊഫൈലുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ലാഗിൻ ആയിട്ടുള്ള ബിറ്റ്നെറ്റ്സ് യൂസറിന് ഒരു പ്രൊഫൈലുണ്ട്. ഈ പ്രൊഫൈലിൻ്റെ സൈസ് ഇവിടെ കാണിക്കും. ഡിഫോൾട്ട് പ്രൊഫൈൽ 2 MB മാത്രമേ ഉള്ളൂ. പക്ഷേ യൂസറുടെ പ്രൊഫൈലൊക്കെ 30 MB 436 MB ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ യൂസറൊക്കെ അകത്ത് കുറേ ഫോൾഡർ ഫയൽസൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഈ ഓരോ യൂസറുടെ പ്രൊഫൈലിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഫോൾട്ട് പ്രൊഫൈലിനെ ഡി ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫോൾഡർ ഉണ്ട് എന്നുള്ള കാര്യത്തിന് നോക്കാൻ പറ്റും. ഈ ഡിഫോൾട്ട് പ്രൊഫൈലിനെ നമുക്ക് ഡി ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് നോക്കാം. ഡിഫോൾട്ട് പ്രൊഫൈലിനെ സെലക്ട് ചെയ്തിട്ട് കോപ്പീനെ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രൗസിനെ സെലക്ട് ചെയ്തിട്ട് ഡി ഡ്രൈവിനെ സെലക്ട് ചെയ്തിട്ട് ഡോക്യുമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഡിഫോൾട്ട് പ്രൊഫൈലിനെ ഡി ഡ്രൈവിൽ ഡോക്യുമെൻറ്റ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് ഇപ്പോൾ സേവ് ചെയ്യണത്. അതുപോലെ സേവ് ചെയ്തിട്ട് ഡി ഡ്രൈവിൽ ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്താൽ ഒരു പ്രൊഫൈലിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നോക്കാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് മാൻഡേറ്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പവർ പോയിൻറ്റിൽ റൂമിംഗ് പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ്, മാൻഡേറ്ററി പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നമ്മൾ ഓക്കേന് ക്ലിക്ക് ചെയ്യുക.
ഇതുപോലെ ഓക്കേനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡി ഡ്രൈവിൽ ഡിഫോൾട്ട് പ്രൊഫൈൽ കോപ്പി ആയിട്ടുണ്ടാവും. നമുക്ക് ഡി ഡ്രൈവിൽ ചെന്നിട്ട് ആ പ്രൊഫൈലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഡി ഡ്രൈവിൽ ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്താൽ പ്രൊഫൈലിൻ്റെ അകത്ത് എന്തൊക്കെ ഫോൾഡറാണ് യൂസറിനെ കോപ്പി ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഹിഡൻ ഫയൽസിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഹിഡൻ ഫയൽസിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും കുറേ ഇൻഫർമേഷൻ നമുക്ക് കാണിക്കും. നമ്മളിപ്പോൾ ഡിഫോൾട്ട് പ്രൊഫൈലിനെ ഡോക്യുമെൻറ്റ് ഫോൾഡറിൽ കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉള്ളത് എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ഇതിന് ക്ലോസ് ചെയ്യുക. നിങ്ങൾ ഹിഡൻ ഫയൽസിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനിയും എന്തൊക്കെ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിക്കൊള്ളണം. ഇവിടെ നമുക്ക് അക്കൗണ്ട് അൺനോൺ എന്ന് ഒരു അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ യൂസറുടെ പ്രൊഫൈൽ നമുക്ക് കറക്റ്റായിട്ട് ഡിലീറ്റ് ആയിട്ടില്ല. ഇതുപോലെ അൺനോൺ പ്രൊഫൈൽ വല്ലതുണ്ടെങ്കിൽ ആ പ്രൊഫൈലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഈ അൺനോൺ അക്കൗണ്ടിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റിനെ ക്ലിക്ക് ചെയ്തിട്ട് യെസ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആ പ്രൊഫൈൽ നമുക്കിപ്പോൾ ഡിലീറ്റ് ആവും. ഒരു യൂസറിന് ആ യൂസറുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. എല്ലാ യൂസറുടെ പ്രൊഫൈലും നോക്കിയിട്ട് അതിൽ വല്ല ആൾട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് സി ഡ്രൈവിൽ ചെന്നിട്ട് ഡിഫോൾട്ട് പ്രൊഫൈൽ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. പി സിയിൽ സി ഡ്രൈവിൽ യൂസർ ഫോൾഡറിനെ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് ഡിഫോൾട്ട് പ്രൊഫൈൽ കാണിക്കില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വ്യൂവിൽ ചെന്നിട്ട് ഓപ്ഷനിൽ ഹിഡൻ ഫയൽസൊക്കെ കാണിക്കണം എന്ന് പറയണം. ഇവിടെ ഷോ ഹിഡൻ ഫയൽസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഓക്കേനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിഫോൾട്ട് പ്രൊഫൈൽ കാണിക്കും. ഈ ഡിഫോൾട്ട് പ്രൊഫൈലിനെ ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ ഹിഡൻ ഐറ്റത്തിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഡി ഡ്രൈവിൽ ഡോക്യുമെൻറ്റിലും ഇതുപോലെ എല്ലാ ഇൻഫർമേഷനും കാണിക്കും. നമ്മൾ കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫോൾട്ട് പ്രൊഫൈലിൻ്റെ അകത്തുള്ള ഇൻഫർമേഷനാണ് ഓരോ യൂസറിനും കോപ്പി ചെയ്ത് കൊടുക്കുക. ഒരു എക്സാമ്പിളിന് ഈ ബിറ്റ്നെറ്റ്സ് പ്രൊഫൈലിനെ ഓപ്പൺ ചെയ്ത് നോക്കുക. ഡിഫോൾട്ട് പ്രൊഫൈലിൽ നിന്നാണ് ഈ ഇൻഫർമേഷനൊക്കെ ഈ യൂസറിനെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇതേ യൂസർ ഫോൾഡറിൽ നമുക്ക് ലോക്കൽ റോമിംഗ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ലോക്കൽ പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റോമിംഗ് പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ്, മാൻഡേറ്ററി പ്രൊഫൈൽ പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നോക്കാം. താങ്ക് യു.